ഇന്നലെ ട്രെൻഡ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസമാണ്. കാരണം ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം അവരുടെ യോഗം ചേരുന്നുണ്ട്. ചില മേഖലകളിൽ ഇപ്പം DMK ഒക്കെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തങ്ങളുടെ മന്ത്രിമാരാരായിരിക്കണം എന്ന കാര്യത്തിൽ ചില തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഉപപ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും ചർച്ചകൾ പല പാർട്ടികൾ നടത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖർഗെയൊക്കെ പറഞ്ഞത് 4-ന് ശേഷം നരേന്ദ്രമോദിയും അമിത്ഷായും തൊഴിൽ രഹിതരായി മാറും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷെ അതിൽ കടന്നുള്ള ആത്മവിശ്വാസത്തിലാണ് NDA സഖ്യം എന്ന വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നു. കാരണം തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ സത്യപ്രതിജ്ഞാ തീയതി പോലും നിശ്ചയിച്ചാണ് NDAയുടെ നീക്കം. നമുക്കറിയാം, ഡൽഹിയിലെ പ്രധാന സ്ഥലമായ കർത്തവ്യ പഥിൽ വെച്ചാവും സത്യപ്രതിജ്ഞ എന്ന് NDA തീരുമാനിച്ചു എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതും 9-ം തീയതിയാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രസാർ ഭാരതിയുടെ ഒരു യോഗവും ഇതുമായി ബന്ധപ്പെട്ട് ചേർന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 100 ക്യാമറകൾ ഒരുക്കിയുള്ള ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആത്മവിശ്വാസം NDAയ്ക്ക് പരകോടിയിലാണ് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം അവരുടെ ഇന്റേണൽ സർവേയിലൊക്കെ കൃത്യമായി തന്നെ NDA സഖ്യം അധികാരത്തിൽ വരുമെന്നും നരേന്ദ്രമോദി 3-ാം തവണയും പ്രധാനമന്ത്രിയാകും എന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. നമ്മൾ ഇന്ത്യ മുന്നണിയും NDAയും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു അവസാനവട്ട തെരഞ്ഞെടുപ്പ് കാലമായി ഇത് മാറുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. കഴിഞ്ഞ തവണയൊക്കെ ചില അപ്രമാദിത്യം ചിലർക്കൊക്കെ ഒരു മുന്നേറ്റം ചിലർക്കൊക്കെ പ്രവചിച്ചിരുന്നു കഴിഞ്ഞ 2019-ലൊക്കെ. പക്ഷേ 2024 ആകുമ്പോൾ കളം മാറുന്നു. ഈ അവസാന ഘട്ടങ്ങളിലെത്തുമ്പോഴേക്കും ഇന്ത്യ അല്പം മുന്നേറ്റേക്ക് വരുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മനു, ഇത്തരത്തിലാണ് കാര്യങ്ങൾ. കാരണം ഈ BJPയുടെ NDAയുടെ ആത്മവിശ്വാസം അല്പം അതിരുകടന്നതാണ് എന്ന് ചിന്തിച്ചാൽ തെറ്റുണ്ടോ? കാരണം സത്യപ്രതിജ്ഞാ തീയതി പോലും നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു നീക്കം, അതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? ഇതിൽ രഞ്ജിത്ത്, ഈ പാർട്ടിക്കകത്ത് ഒരു ഉൾപാർട്ടി അനാലിസിസ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നടക്കാനുള്ള തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ UP ഒരു 13 സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അത് ഏറെക്കുറെ BJPക്ക് നല്ല സ്വാധീനമുള്ളൊരു 13 സീറ്റാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ 9 സീറ്റ് തൃണമൂലിൻ്റെ സീറ്റുകളാണ്. ബീഹാറിൽ BJPക്ക് സാധ്യതയുള്ള സീറ്റുകളാണ്. ഹിമാചൽ പ്രദേശിൽ 4 സീറ്റും സുഗമമായി ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. അങ്ങനെ ഇനിയിപ്പോൾ വലിയൊരു ഇതിൻ്റെ ഭാഗമായി വരുന്നത് ഈ ബംഗാളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ നടത്തിയ ഒരു കണക്കുകൂട്ടലിൽ ഏറ്റവും കുറഞ്ഞാൽ പോലും ഒരു 17 സീറ്റിൻ്റെ കുറവ് മാത്രമേ മൊത്തത്തിൽ ഉണ്ടാകുകയുള്ളൂ. എല്ലാ സാധനങ്ങളും പ്രതീക്ഷയ്ക്ക് വിപരീതമായി പോയാൽ പോലും ഒരു 17 സീറ്റിൻ്റെ കുറവ് മാത്രമേ BJPക്ക് ഉണ്ടാകുള്ളൂ എന്ന ഒരു പൊതു വിലയിരുത്തൽ പാർട്ടിക്കകത്തുണ്ട്. അത് എന്നോടൊപ്പമാണ് ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് പുറത്താകാനുള്ളൊരു കാരണം, ഈ NCP അജിത് പവാർ വിഭാഗം ഈ ജൂൺ 10-ന് അവരുടെ സ്ഥാപക ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അത് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം വരും എന്ന ഒരു കണക്കുകൂട്ടൽ വന്നു. കാരണം സ്വാഭാവികമായും ജൂൺ 9-ന് സത്യപ്രതിജ്ഞ വയ്ക്കുകയാണെങ്കിൽ 10-ാം തീയതി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ശരിയാവില്ല അല്ലെങ്കിൽ അത് പ്രായോഗികമാകില്ല എന്ന നിലപാട് NCPയിൽ നിന്ന് വന്നു. അപ്പോൾ ഇത് ഘടകകക്ഷികൾക്കിടയിൽ നേരത്തെ തന്നെ ചർച്ച ചെയ്ത് വരുന്നൊരു വിഷയമാണ് എന്ന വിവരം പുറത്തു വന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത്തവണ 3-ാം തവണ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് കുറേ കൂടി ഒരു ജനപങ്കാളിത്തത്തോടു കൂടി നടത്തണം എന്നൊക്കെയുള്ള നിലപാട് നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിന് ദൂരദർശനെയും മറ്റ് ചാനലുകളെയും ഒക്കെ ക്ഷണിക്കുന്നുണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എല്ലാം പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായി നോക്കുമ്പോൾ സാധാരണ ഈ പറഞ്ഞു കേൾക്കുന്നത് കുറച്ച് സമയമെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞ തവണ തീരുമാനിച്ചത് അത് ഇതിൻ്റെ സമയമൊക്കെ നോക്കിയാണ്. സ്വാഭാവികമായി ഇത്തവണയും ഈ ജ്യോതിഷ പ്രകാരമുള്ള സമയം നോക്കിയൊക്കെ പരിശോധിച്ചായിരിക്കും ഇത് ചെയ്യുക. 2014 മെയ് 26-ന് ഒരു തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 19-നാകുമ്പോൾ അതൊരു വ്യാഴാഴ്ചയാണ് സത്യപ്രതിജ്ഞ. അന്ന് മെയ്യിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും അതുപോലെ സമയമൊക്കെ നോക്കി അതനുസരിച്ചുള്ള ഒരു സത്യപ്രതിജ്ഞ ചടങ്ങായിരിക്കും നടക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ കണക്കുകൂട്ടൽ ആദ്യത്തെ ഇതിൽ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ, പിന്നെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കുറച്ചുകൂടി വൈകാം എന്ന നിലപാടാണ്. കാരണം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പ്രധാനമന്ത്രിക്ക് ഈ G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അതിന് മുന്നേ
അല്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രി പോയി തിരിച്ചു വന്നതിന് ശേഷം എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും G20 ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നതിന് മുന്നേ സത്യപ്രതിജ്ഞ ചെയ്യാം. അപ്പോൾ ജയിക്കുകയാണെങ്കിലാണ് ഈ കാര്യമൊക്കെ. അതെ, അതാണ് മനു. ഈ ജയിക്കുന്ന നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം ഇന്നിപ്പോൾ പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാളാണ് 56 മണ്ഡലങ്ങൾ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ INDA സഖ്യത്തിന്റെ വലിയ ആത്മവിശ്വാസം വരുന്നു. നരേന്ദ്രമോദിയെ അട്ടിമറിച്ച് നരേന്ദ്രമോദിയെ പുറത്താക്കിക്കൊണ്ട് തങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. DMK ഒക്കെ മറ്റൊരു തരത്തിൽ മന്ത്രിമാരെ കുറിച്ച് പോലും ചർച്ച ചെയ്യുന്നു. ഈ പല സംസ്ഥാനങ്ങളിലും, ഉദാഹരണമായി ബീഹാറിൽ, മഹാരാഷ്ട്രയിൽ, കർണാടകയിൽ ഒക്കെ സീറ്റെണ്ണം വളരെ കുറയും. ഒരുപക്ഷെ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന 303 തലത്തിൽ നിന്ന് 272 താഴെ വരും. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നൊക്കെയുള്ളൊരു ട്രെൻഡ് ദേശീയ വ്യാപകമായി അത്തരത്തിൽ സംസാരത്തിലുണ്ട്, അന്തരീക്ഷത്തിലെങ്കിലും ഉണ്ട്, വാക്കുകളിലുണ്ട് പല നേതാക്കളുടെയും. അതിനെ മറികടന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതലായി സീറ്റെണ്ണം നേടി ഉള്ള വിജയത്തിലേക്ക് NDA പോകണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം എന്നും ചില നിരീക്ഷകരെങ്കിലും പറയുന്നു. ചില ഭാഗങ്ങളിൽ NDA സഖ്യം അധികാരത്തിൽ വരുമെന്ന പ്രവചനവുമൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ അന്തരീക്ഷത്തിലുള്ളപ്പോഴാണ് NDA ഒന്ന് കടത്തി ചിന്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അല്ല, അതിൽ സ്വാഭാവികമായും ഒരു വേസ്റ്റ് സിനാരിയോ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സിനാരിയോ, അങ്ങനെ രണ്ടും സംഭവിക്കാമല്ലോ. തെരഞ്ഞെടുപ്പാകുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ പ്രതീക്ഷിച്ച കാൽക്കുലേഷൻസ് എല്ലാം തെറ്റിപ്പോകാം, ചിലപ്പോൾ കുറേ കൂടി അത് പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് പോകാം. അങ്ങനെയാണ് ഇതിലിപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകണമെങ്കിൽ അതിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒന്ന് ഹരിയാനയാണ്. ആ പാർട്ടിക്ക് ആ വിലയിരുത്തലുണ്ട്. ഒന്ന് ഹരിയാനയിൽ ഒരുപക്ഷെ ഒരു ചെറിയ തിരിച്ചടി ഉണ്ടാകാം. രാജസ്ഥാനിൽ ചിലപ്പോൾ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. അതുപോലെ ഒരു പക്ഷേ പഞ്ചാബിൽ ഇപ്പോൾ ആകെ 2 സീറ്റാണുള്ളത്. ആ സ്വാഭാവികമായും അവിടെ എന്തെങ്കിലും തിരിച്ചടി വന്നേക്കാം എന്ന ഒരു കണക്ക് കൂട്ടുന്നുണ്ട്. അത് ഉത്തർപ്രദേശും അത്തരം സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ സീറ്റുകൾ ജയിക്കാൻ കഴിയും. അപ്പോൾ ഈ തിരിച്ചടികൾ ഉണ്ടായാൽ തന്നെ അത് ഇപ്പോൾ കർണാടകയിൽ ഒരു ചെറിയ തിരിച്ചടി, കുറച്ച് കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റും എന്ന് വെച്ചാൽ 25 BJPക്കും, 1 BJPയോടൊപ്പം വന്ന ഇപ്പോൾ ഉള്ള സുമലതയ്ക്കും, മറ്റൊന്ന് JDSനുമാണ്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഈ സഖ്യത്തിൻ്റെ കൂടെ ആണെങ്കിലും അവിടെ ഇപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായ പോലെ ഒരു തൂത്തുവാരൽ ഉണ്ടായേക്കില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ അത് സഖ്യകക്ഷികളെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. തെലുങ്കാനയിൽ ഒരു സീറ്റ് കൂടാൻ സാധ്യതയുണ്ട് എന്നൊരു കണക്കുകൂട്ടലുണ്ട്. ആന്ധ്രാപ്രദേശിൽ കുറച്ചും കൂടി സ്ഥലം മെച്ചപ്പെടുത്താം. ഒറീസയിൽ ഇത്തവണ കുറേ കൂടി മുന്നോട്ട് പോകാൻ BJPക്ക് കഴിയും എന്നൊക്കെയുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. മനു പറഞ്ഞത് BJPയുടെ ഭാഗമായി, കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടിയ ഒരു ചെറിയ കണക്കുണ്ട്. അത് എത്രത്തോളം ആധികാരികമാണെന്നറിയില്ല. ഏറ്റവും വേസ്റ്റ് കേസ് വരുമ്പോഴേക്ക് 283, അതായത് 272 മറികടക്കും. 283 എത്ര മോശം പ്രകടനം നടത്തിയാൽ പോലും 283ലേക്ക് BJP ഒറ്റയ്ക്ക് എത്തും എന്നുള്ളതാണ് ബെസ്റ്റ് കേസ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവരുടെ ആത്മവിശ്വാസം പോലെ മോദിയുമായി ബന്ധപ്പെട്ട യാതൊരു നെഗറ്റീവ് ഫാക്ടറുമില്ല. ജനങ്ങളെ ഈ പ്രചരണങ്ങളൊന്നും ബാധിച്ചിട്ടില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്വാധീനമില്ല. ഇന്ത്യ മുന്നണി എന്നത് മുന്നണിയായി രൂപപ്പെട്ടില്ല. അങ്ങനെയൊക്കെയുള്ള വിഷയം വന്നാൽ, ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വന്നാൽ 356 ബെസ്റ്റ് കേസിൽ. അതിൽ UPയിലൊക്കെ പ്രവചിക്കുന്ന സീറ്റ് 70ആണ്. 63-ൽ നിന്ന് 70ലേക്ക് എത്തും. മഹാരാഷ്ട്രയിൽ 26, ഒരുപക്ഷെ അതിൽ താഴെ പോകുന്നതൊക്കെയുള്ള കണക്കുകൾ ഉണ്ടായെങ്കിൽ പോലും മധ്യപ്രദേശും രാജസ്ഥാനും പോലുള്ള സംസ്ഥാനങ്ങളിൽ തൂത്തുവാരും, ഗുജറാത്ത് തൂത്തുവാരും, ഡൽഹിയിൽ 7 കിട്ടും എന്നാണ് ബെസ്റ്റ് കേസിന് നേരമാണ് ഞാൻ പറയുന്നത്. ഛത്തീസ്ഗഡിൽ പൂർണ്ണമായും കിട്ടും. മറ്റ് തമിഴ്നാട്ടിൽ 4 സീറ്റ് വരെ പ്രവചിക്കുന്നു. ഈ ബെസ്റ്റ് കേസിൽ കേരളത്തിൽ പ്രവചിക്കുന്നത് 3 സീറ്റുകളാണ്. നമുക്കറിയാം, അത്തരത്തിലുള്ള ചർച്ചകളുമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും മോശം സാഹചര്യമാണെങ്കിൽ പോലും 283-ൽ എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അല്ല, സ്വാഭാവികമായി ഇത് ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച കണക്കും ഞാൻ പറഞ്ഞത് 17ആണ്. അത് 20 എന്ന റൗണ്ട് ഫിഗർ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 303-ൽ നിന്ന് BJPക്ക് അത് 83 ആകുമ്പോൾ ഒരു 20 സീറ്റിൻ്റെ കുറവ് വരാം. അല്ലെങ്കിൽ സ്വാഭാവികമായി ഒരു 20 സീറ്റിൻ്റെ വർധനവുണ്ടാകാം. ഇതാണ് ഇതിലെ ഒരു ബെസ്റ്റ് പോസിബിൾ. ഇതിന് നടുവിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ സംഗതി നിൽക്കും എന്നാണ് ഒരു കണക്ക് കൂട്ടൽ. എന്തായാലും ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യം, ഈ 400 എന്നതൊക്കെ കുറച്ചൊരു എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറായി അവർ ആദ്യം പറഞ്ഞെങ്കിലും അത് പ്രതിപക്ഷവും അത് വേണ്ട രീതിയിൽ അങ്ങ് എതിർത്തില്ല. 400ലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഈ പ്രഖ്യാപനത്തെ അവരും അതേപോലെ അംഗീകരിക്കുന്ന തരത്തിലുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പകുതി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെയൊന്നും സാധിക്കില്ല എന്ന തരത്തിൽ അവരൊരു പ്രചരണം തുടങ്ങിയത്. മാത്രമല്ല ഈ റാലികളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും
വലിയ ജനപങ്കാളിത്തം, പ്രത്യേകിച്ച് ഈ മറ്റ് മുന്നണി, അതായത് ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന്. ഇപ്പം നമ്മൾ ഉത്തർപ്രദേശിലെ റാലിയിലൊക്കെ നോക്കിയാൽ അവിടെ സൈക്കിൾ ചിഹ്നമാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ കൂടുതൽ എത്തുന്നത്. കോൺഗ്രസ് അവിടെ പൂർണ്ണമായി ഏറെക്കുറെ പരാജയപ്പെട്ടു. അപ്പോൾ ആ കോൺഗ്രസ്സിന് ഇനി യു പിയിലോ ഒന്നും ഒരു മറിമായും കാണിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ബി ജെ പിക്കുള്ളത്. അതുപോലെ ബംഗാളിലും ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന തരത്തിലൊന്നും ഉണ്ടാകാനില്ല. ഇപ്പോൾ ഈ വിവേകാനന്ദ പാറയിൽ ഇദ്ദേഹം ധ്യാനത്തിന് പോകുന്നത് പോലും ഞാൻ വിചാരിക്കുന്നത് ഈ 9 സീറ്റുകൾ, അതാണിപ്പോൾ വേറെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ഇപ്പോൾ സാധ്യതയില്ല, അല്ലെങ്കിൽ തൃണമൂലിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് കരുതുന്ന 9 സീറ്റുകളിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ബംഗാളിൽ. അവിടെ ഒരുപക്ഷെ വിവേകാനന്ദൻ നമുക്കറിയാം സ്വാഭാവികമായ ബംഗാളിൻ്റെ ഒരു വികാരമാണ്. അദ്ദേഹത്തിന് ഇന്നും ആ ഒരു റെസ്പെക്റ്റ് ബംഗാളി പോപ്പുലേഷനുണ്ട്, പ്രത്യേകിച്ച് ഈ കൽക്കട്ടയിലുണ്ട്. അപ്പോൾ ഈ നഗരപ്രദേശങ്ങൾ, ഇപ്പോൾ കൽക്കട്ട സിറ്റിക്കകത്തുള്ള ദുംദം തൊട്ടടുത്ത പ്രാന്തപ്രദേശങ്ങൾ, ഇവിടെയൊക്കെ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് വേണമെങ്കിൽ കരുതാം. ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കാം അദ്ദേഹം അത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഏതായാലും ഇവിടെ ഒറീസയിലും അതുപോലെ തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ തങ്ങൾക്ക് അനുകൂലമായൊരു NDA അനുകൂലമായൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നൊരു ധാരണ കൂടിയുണ്ട്. അപ്പോൾ ഇത് ഒരു 303 നിന്ന് ±20 എന്നൊരു കണക്കാണ് ഇപ്പോൾ അവർ വെച്ചിരിക്കുന്നത്. തിരിച്ചു വരാം മനു.